എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് എവിടെയാണെന്നറിയോ? എൻ്റെ മോളുടെ വീടാട്ടോ. ഞങ്ങളിവിടെ അവിടെ കുറച്ച് ദിവസം പോയി നിൽക്കേണ്ടി വന്നു കേട്ടോ. അപ്പം എന്താണ്, കുറച്ച് ചുമ്മാ ഞങ്ങൾ വെറുതെ ഇരിക്കുന്ന പരിപാടി ഇല്ല നമുക്ക് രണ്ടുപേർക്കും. അപ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു പണിയും കാണാനിട്ട് എൻ്റെ ഏട്ടൻ്റെ ഒരു പണിയാണ് കണ്ടുപിടിച്ചൊരു പണിയാട്ടോ ഇത്. അപ്പം ഞാൻ ഓർത്തു അതൊന്ന് എടുക്കാം, വീഡിയോയിലെടുക്കാം എന്നൊക്കെ, വീഡിയോ എടുക്കാമെന്നൊക്കെ ഓർത്തുകൊണ്ടാണ് ഞാനും ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതെന്താ, നമുക്ക് പേടിയാവട്ടോ. ഈ അകത്തൊരു വലിയ തൊണ്ടി ഉണ്ടല്ലോ, ഈ നിൽക്കുന്ന തൊണ്ടിയാട്ടോ. ആ തൊണ്ടി ഒന്ന് വലിച്ചു പറിച്ചെടുക്കാമെന്ന് ഓർത്തോണ്ടാണ്. അതിങ്ങനെ വളർന്നാൽ ഭയങ്കര ശല്യക്കാരനാണ് ഈ തൊണ്ടി മാത്രമല്ല, ഇത് കണ്ടോ, ഇതൊക്കെ. ഇതിപ്പോൾ ഒരാളെ നിർത്തി അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ അതൊരു ഭയങ്കര ഇതാണ്. നമ്മളിത് ചെയ്യണത് കാണുന്നത് അവർക്കൊരു ഭയങ്കര അത്ഭുതമാണ്. പക്ഷെ നമുക്കിതൊക്കെ ഇവിടെ ഇങ്ങനെ, നമ്മളെന്തായാലും നാട്ടിൻ പ്രദേശമല്ലേ, അവിടെ നമുക്കിതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു പണിയേ അല്ല. അപ്പോൾ ഇത്തിരി ഇങ്ങനെയായിട്ട് ഞങ്ങളിങ്ങനെ തൂമ്പായും തോട്ടിയൊക്കെ ആയിട്ട് അതൊന്ന് വൃത്തിയാക്കുവാണ്. നല്ല കിണറല്ലേ, അപ്പോൾ ഇങ്ങനെ പള്ള പിടിച്ച് കിടന്നാൽ എന്തോ പോലെ തോന്നും. അതാണ് വേറൊരു ചേച്ചിയും കൂടെ ഉണ്ട് കേട്ടോ, ഒന്ന് സഹായിക്കാനൊക്കെ. ഞാൻ വീഡിയോ എടുക്കുമല്ലേ, അപ്പോൾ എന്താണെന്നറിയോ, പേടിയാണ് എനിക്കിങ്ങനെ. ഞാൻ കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് കണ്ടത് കേട്ടോ, ഇവരുടെ ഈ പണി തന്നെ. കാലൊത്തിരി ഒന്ന് വിട്ടുപോയാലേ പേടിയാവും. മോളവിടെ ഇല്ല, ഉണ്ടെങ്കിൽ അവൾ സമ്മതിക്കില്ല ഇങ്ങനെ ഇതാക്കി. ഇത് കണ്ടോ, അങ്ങ് എത്തി വലിഞ്ഞാണ് ഏടണത് കളയണത്. സാധാരണ ഇങ്ങനെ നമ്മളെ കിണറ്റിൽ ഇറങ്ങി തേകാണ് പതിവ്. നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ, എല്ലാ വർഷവും കിണർ തേകും കേട്ടോ. ആളെ നിർത്തിയാണ് കിണർ തേയിക്കണത്. നമ്മളൊന്നും ചെയ്യില്ല, ആളെ നിർത്തി തേക്കും. എല്ലാ വർഷവും ഭയങ്കര മഴ പെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ കിണർ തേയിക്കും. അപ്പം അപ്പോഴേ ഈ പള്ളയൊക്കെ അവർ പറിച്ച് കളഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല വെള്ളമല്ലേ, നല്ല വെള്ളം. അങ്ങനെ ഇതൊക്കെ അങ്ങ് അഴുകി ചാടിയാൽ ഭയങ്കര വേറൊരു സ്മെല്ലും ഒക്കെ ഉണ്ടാകും കുറച്ച് കഴിയുമ്പോൾ. അതാട്ടോ. അവിടെ പിന്നെ എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിനൊന്നും ക്ഷാമമില്ല കേട്ടോ. കനാലൊക്കെ അടുത്തുള്ളതുകൊണ്ട് അവിടെ വെള്ളത്തിനൊന്നും ഒരു ക്ഷാമമില്ല. പക്ഷെ നല്ല വെള്ളമാണ്. പിന്നെ ഇങ്ങനെ ഈ വലിച്ചു പറിക്കുമ്പോഴുണ്ട്, നമ്മൾ കരയ്ക്ക് നിന്നല്ലേ പറിക്കണത്. അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ താഴോട്ടിങ്ങനെ വീണ് കിടക്കും കേട്ടോ. ഇതുകൊണ്ട് തോട്ടിയൊക്കെ വെച്ച് കെട്ടിയാണ് അത് നമുക്ക്. ഞാൻ ആ പൊക്കത്ത് നിൽക്കുമ്പോൾ ആ കാലിൻ്റെ ആ ഭാഗം എനിക്ക് എടുത്ത് കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള പണികളൊക്കെ ഇങ്ങനെ കിടക്കണത് പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതെല്ലാം എവിടെയാണെങ്കിലും അതൊക്കെ ചെയ്യും. അത് കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ അരഞ്ഞാണോ എന്ന് പറയും, ഇതിൻ്റെ ഈ പടി പോലെ ഇല്ല, അത് കിണറിൻ്റെ അകത്ത് അവിടെ ഇറങ്ങി നിന്നാണ് ആൾക്കാർ ഇത് പറിക്കണത്. അപ്പോൾ ഇറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് അത്ര കുഴപ്പമൊന്നുമില്ല. പക്ഷെ പൊക്കത്ത് നിന്നിത് വലിച്ചു പറിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ കാണുമ്പോൾ അറിയില്ല. ഇത് നിറയെ പള്ളയുണ്ടായിരുന്നു, അത് മൊത്തം ഏട്ടൻ പറിച്ചതാട്ടോ. ഇതുണ്ടോ, വലിച്ച് അത് ഇത്തിരി ചെറിയ വലിയ വെള്ളയാണെങ്കിൽ നമുക്കത് പറിക്കാൻ പറ്റും കേട്ടോ. ചെറിയതല്ലേ, അതൊന്നും ഇങ്ങനെ താഴെ പോകാതെ വലിച്ചു കയറ്റും. അവിടെ ഒരു ചേച്ചി നിൽപ്പുണ്ടായിരുന്നു. ആ ചേച്ചിയാണ് എല്ലാം ശരിയാക്കുമ്പോൾ എല്ലാം പരികർമ്മി. ഞാൻ വീഡിയോ എടുക്കുമല്ലേ, എന്നെ അറിയാതെയാണ് കേട്ടോ. ഞാനിത് സമ്മതിക്കില്ല, എനിക്ക് പേടിയാണ്. ഇത് കാലെങ്ങാനും അങ്ങോട്ട് വിട്ടുപോയാലേ എന്താ നമുക്ക് പറയത്തില്ല. ഒത്തിരി ഒന്ന് ബാലൻസ് സെറ്റ് ചെയ്യാൻ മതിയല്ലോ. അതൊക്കെ ഞാൻ അറിയാതെയുള്ള പണിയാണ്. ഞാൻ പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് വന്നതാണ്. ഇവിടെ ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും ഇങ്ങനെയുള്ള പണികളൊന്നും ഏട്ടന് വെളി കൊടുത്ത് ചെയ്യിപ്പിക്കില്ല കേട്ടോ. എല്ലാ പണികളും തന്നെ ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല എക്സ്പെർട്ടാണ് പുള്ളി. അപ്പോൾ ഇതുണ്ടോ, കുറേ ദൂരം ഉണ്ടായിരുന്നു. ആദ്യത്തെ ആ ഒരു ഭാഗം കാണിക്കാൻ പറ്റിയില്ല, ഞാൻ വീഡിയോ എടുത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇതാണ്, മഴ തൂളുന്നുണ്ട് കേട്ടോ, ശരിക്കും മഴയും തൂളുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ ഇതൊന്ന് ക്ലീൻ ആക്കാമെന്ന് ഓർത്തുകൊണ്ടുള്ള പണികളാണ് കേട്ടോ. മോള് വന്നാൽ പിന്നെ അകത്ത് വെള്ളം ചാടണേ. മോള് വന്നാൽ പിന്നെ സമ്മതിക്കില്ല, അവൾക്ക് പേടിയാണ് ഇങ്ങനെ ചെയ്യണത്. വലിയ മഴയ്ക്ക് മൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് അത് പറിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തേലും തുടങ്ങിയാൽ പിന്നെ അത് തീരുന്നേടം വരെ പിന്നെ ഇതിൻ്റെ പുറകെ നടക്കും. ചോറ് പോലും ഉണ്ണാതെയുള്ള പണികളാണ് കേട്ടോ. ഇതുണ്ടോ,
നമുക്ക് കാണുമ്പോൾ എളുപ്പമെന്ന് തോന്നും കേട്ടോ, പക്ഷേ അത് ഇങ്ങനെ പൊക്കത്തിൽ നിന്ന് താഴെ വീഴാതെ വലിച്ചു കയറ്റണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഭാരമൊന്നുമില്ല, എന്നാലും ഓരോന്നോരോന്നായിട്ടേ ഇങ്ങനെ മൊത്തം പള്ളയായിരുന്നു. അവർ പെര പണിത് താമസമായിട്ട് ഇപ്പം ഇത്രയും നാൾ 2 വർഷം, 1 വർഷം, അത്ര ആയി. അപ്പോൾ എന്താണ്, അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ തേകുവോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കിണറ്റിലിറങ്ങി തേകുക എന്ന് പറഞ്ഞാൽ ഇത്തിരി റിസ്ക്കുള്ള പണിയാണ് കേട്ടോ പണ്ടൊക്കെ. ഇപ്പം പിന്നെ വെള്ളം ഒക്കെ മോട്ടർ വെച്ച് പറ്റിക്കുകയൊക്കെയാണ്. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതൊക്കെ. ഇവരൊക്കെ ഇവിടെ ഇറങ്ങി കയറി വരുന്നിടം വരെ നമുക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പം പിന്നെ ഇവിടെ അത് ഇത്ര രൂപ കൊടുത്താൽ അത് തരും, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. മോട്ടർ വെച്ച് പറ്റിക്കുവാണ് വെള്ളം. പണ്ടങ്ങനെയല്ല, എല്ലാം അകത്തിറങ്ങി ചെളിയെല്ലാം കോരി എന്ത് വൃത്തിയാക്കിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യണതെന്നറിയാം. ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഇവിടെ അങ്ങനെ വൃത്തിയാക്കും. പിന്നെ ബോർവെല്ലായതുകൊണ്ട് അതിന് വൃത്തിയാക്കലിൻ്റെ ആവശ്യം വരണില്ല. പക്ഷേ അല്ലാത്ത കിണറും ഉണ്ട് കേട്ടോ. അത് എല്ലാ വർഷവും ഞങ്ങളിങ്ങനെ ക്ലീൻ ആക്കിക്കും ആരെ വിളിച്ച്. ഇപ്പോൾ അതിനായിട്ട് ആൾക്കാരുള്ളതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെ പിന്നെ നമ്മൾ തന്നെ ഇതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അന്നൊക്കെ ഇങ്ങനെ തന്നെ ചെയ്ത് ജോലിയുള്ള സമയത്ത് ഏട്ടൻ ഇങ്ങനെ തന്നെയാണ് എല്ലാം അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴാണ് ഇവിടെ ആളെ നിർത്തുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം കേട്ടോ. പിന്നെ അവിടെ നിൽക്കുന്ന ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ. പെട്ടെന്ന് പിള്ളേർ വന്നപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതം പോലെ തോന്നി ഇങ്ങനെ ചെയ്തതേ. പിന്നെ എന്നാൽ അതിൻ്റെ അകത്ത് വെള്ളത്തിൽ വീണ ആ കരടൊന്നും മാരി കളഞ്ഞില്ല കേട്ടോ. അതിനുള്ള സമയം ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പിറ്റേ ദിവസം പോരുകയും ചെയ്യണമായിരുന്നു. അതുകൊണ്ടാട്ടോ. ഇതുണ്ടോ, ഈ പള്ളയൊക്കെ നല്ല ക്ലീനാക്കി, നല്ല ഇതായിട്ട് വൃത്തിയാക്കി. ഇവിടെ ഞങ്ങളുടെ വീട്ടിലാണേലും അങ്ങനെയുള്ള ഒരു പണികളൊന്നും വേറെ വെളിയിൽ അങ്ങനെ കിണർ തേച്ചയല്ല ഉദ്ദേശിക്കുന്നത്, ഒരു പണികളൊന്നും അങ്ങനെ അത്ര തീരെ വയ്യായ്ക വന്നാലേ ആരെങ്കിലുമൊക്കെ ഏൽപ്പിക്കുകയുള്ളൂ കേട്ടോ. എപ്പോഴും അങ്ങനെയാണ്. ജോലിക്ക് പോയിട്ട് വന്നാലും ഇങ്ങനെയാണ്. ജോലിക്ക് പോയിട്ട് പോകുന്നിടം വരെ പണിയായിരിക്കും. പിന്നെ ജോലിക്ക് പോകുന്ന സമയത്ത് കുറച്ച് സമയം ഇടവേള, പിന്നെ വന്നു കഴിയുമ്പോൾ വീണ്ടും പണിയാണ് ഓരോന്നും. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യണം കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ പള്ളയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നത് പുള്ളിക്ക് ഭയങ്കര ഒരു ഇഷ്ടക്കേടാണ്. അപ്പം പിന്നെ അത് എവിടെയാണെങ്കിൽ അത് വേറെ ഒരു വീട്ടിലാണേലും അതൊക്കെ ചെയ്യും. എന്ത് സർക്കാർ ജോലിയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പണികളൊക്കെ തന്നെ ചെയ്യുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആരോഗ്യത്തിനും നല്ലതല്ലേ, എല്ലാം അങ്ങനെയാണ്. ഒരുവിധം എല്ലാം വൃത്തിയാക്കി കഴിയാറായി കേട്ടോ. ഈ സാധനം ഇവിടെയാണേലും എൻ്റെ വീട്ടിലാണേലും ഒത്തിരി ഉണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. മറന്നുപോയി, എന്തോ ഒരു പേരുണ്ട് അതിന്. പിന്നെ സാധാരണ ഈ കിണറ്റിൽ വളരുന്നൊരു സാധനം ഈ തൊണ്ടിയാണ് കേട്ടോ. തൊണ്ടി ഭയങ്കര ചീത്തയാണ്. അതിൻ്റെ ഇല വീണഴുകിയ വെള്ളം കൊള്ളൂല. കാര്യം പശുക്കൊക്കെ തിന്നാൻ കൊടുക്കാവുന്നതാണ് ഈ തൊണ്ടി. പക്ഷേ അത് വെള്ളത്തിൽ വീണ് കഴിയുമ്പോൾ അതിന് വേറൊരു സ്മെല്ലും ഒക്കെ ഉണ്ടാകും. അതേതായാലും ആ ഒരു വലിയ പ്രശ്നം അവിടെ ചെന്ന് നിന്നപ്പം പരിഹരിക്കാൻ പറ്റി. ഉണ്ടോ, ആ ചേച്ചി അവിടെ നിന്നുകൊണ്ട് പുല്ലെല്ലാം വാങ്ങി കളയുന്നുണ്ട് കേട്ടോ. ഇത് വലിച്ചു പറിക്കുമ്പോൾ ആ കാലിൻ്റെ പൊസിഷനും കൂടെ ഒന്ന് എടുത്ത് കാണിക്കാൻ പറ്റിയില്ല എനിക്ക്. അത് കണ്ടാൽ പേടിയാവും കേട്ടോ, കാലങ്ങോട്ട് വല്ലാണ്ടേ. അപ്പോൾ എന്താണ് നമ്മുടെ പുറത്തു നിന്നുള്ള കിണർ തേകൽ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ്, എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കേ, ബായ്.